ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. ഉഴുന്നൊന്നും ചേർത്ത് അരയ്ക്കാതെ വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനോടൊപ്പം എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ചട്നിയുടെ റെസിപ്പിയും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓൾ മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ദോശ തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് അരി നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 കപ്പ് അളവിൽ പച്ചരി നമുക്ക് ഒരു ബൗളിലേക്ക് ചേർക്കാം. നമ്മുടെ ഈ ദോശ വന്നിട്ട് നമുക്ക് പച്ചരിയിൽ അല്ലെങ്കിൽ ഇഡ്ഡലി അരിയിലും തയ്യാറാക്കാവുന്നതാണ്. കൂടെ 1/2 ടേബിൾ സ്പൂൺ മുഴുവൻ ഉലുവയും കൂടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായിട്ട് 2-3 തവണ ഇതൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ അരിയെല്ലാം നന്നായിട്ട് 2-3 വെള്ളത്തിൽ ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അരി ഒന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. 2 മണിക്കൂർ നേരം നമുക്ക് ഈ അരി കുതിരാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ അരി ഇങ്ങനെ ഒന്ന് കുതിരാൻ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 2 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരി നന്നായിട്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റാം. അപ്പോൾ നമ്മുടെ കുതിർത്തെടുത്ത അരിയെല്ലാം ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 കപ്പ് അവിലും കൂടിയാണ്. ഞാനിപ്പോൾ വെള്ള അവിലാണ് എടുത്തിട്ടുള്ളത്, നല്ല തിന്നായിട്ടുള്ള അവിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പേരിൽ ഇതെങ്ങനെ ചേർക്കുകയാണ്, നല്ല കട്ടിയുള്ള അവിലാണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ 1/2 കപ്പ് അളവിൽ അവൽ മതിയാവും. അപ്പോൾ 1/2 കപ്പ് അവലും ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചേർക്കരുത്. കട്ടിയുള്ള അവിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഇതിപ്പോൾ തിന്നായിട്ടുള്ള അവൽ അതിൻ്റെ പേരിൽ ഞാൻ ഡയറക്റ്റായിട്ട് ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്തിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്കിതൊന്ന് അരച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് അരച്ചെടുത്ത മാവ് നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാം. ഇതുപോലെ ഇത്രയും കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ മാവ് അരച്ചെടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ അരിയും ഉഴുന്നൊക്കെ ചേർത്ത് അരച്ചെടുക്കുന്ന ആ ഒരു മാവ് പോലെ ഇത് ഒരുപാട് ഇങ്ങനെ പൊന്തി വരില്ല കേട്ടോ. ഒരുപാട് ഇങ്ങനെ പുളിച്ചിങ്ങനെ മുകളിലേക്ക് വരില്ല. കാരണം നമ്മളിത് അരി മാത്രം ചേർത്തിട്ട് അരച്ചെടുക്കുന്നതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രമേ ഇങ്ങനെ പൊന്തി വരുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ ഈ ഒരു ബൗളിൽ തന്നെ ഇത് വെക്കുകയാണ്. മാവെല്ലാം ബൗളിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം. ഏകദേശം ഒരു 8 മണിക്കൂറോളമാണ് ഞാനിതിപ്പോൾ വെക്കുന്നത്. അപ്പോൾ നൈറ്റൊക്കെ നമ്മളിത് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. എന്നാൽ ശരി, ഇതൊരു 8 മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, നല്ലതുപോലെ ഇത് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഉഴുന്ന് അരച്ചിട്ട് നമ്മൾ വെക്കുന്നത് പോലെ അത്രയ്ക്ക് അങ്ങനെ പൊന്തി വരില്ല. ഇതുപോലെ ഈ ഒരു രീതിക്ക് ചെറുതായിട്ട് മാത്രമേ ഇങ്ങനെ പൊന്തി വരുള്ളൂ. നല്ലതുപോലെ തന്നെ നമ്മുടെ മാവ് ഒന്ന് പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതിലേക്ക് മാവിനും ആവശ്യമായിട്ടുള്ള ഉപ്പാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ഒരുപാട് കൂടി പോകരുത്, എങ്കിൽ പിന്നെ നമ്മുടെ ദോശ മഞ്ഞ കളറിലായി പോകും. കുറച്ച് മാത്രം സോഡാപ്പൊടി ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമ്മുടെ സാധാരണ ആ ഒരു ദോശമാവിൻ്റെ ആ ഒരു ബാറ്ററിനനുസരിച്ചിട്ടുള്ള കുറച്ച് വെള്ളം കൂടി ചേർക്കാം. കുറച്ച് കട്ടിക്കാണ് ഇപ്പോൾ ഇതിലുള്ളത്. അതൊന്ന് ലൂസാക്കാൻ വേണ്ടി അല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നേരെ തന്നെ ദോശ ചുട്ടു തുടങ്ങാവുന്നതാണ്. ദോശ തവ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മാവ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിരിക്കാൻ. തവയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ബബിൾസ് ഇതിൽ വരുള്ളൂ കേട്ടോ. ഈ ഒരു രീതിക്ക് ബബിൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. ഒരു 30 സെക്കൻഡ് കഴിഞ്ഞാൽ ഇനി ഇതിന് മുകളിലേക്ക് ഒരു അല്പം എണ്ണയോ നെയ്യോ പുരട്ടി കൊടുക്കണം എന്നുള്ളവർക്ക് ഇതുപോലെ ലൈറ്റായിട്ട് എണ്ണയും നെയ്യും ഒന്ന് ഇതിന് മുകളിലേക്ക് ഒന്ന് ചേർക്കാം. ഇനി നമ്മുടെ ദോശ നമുക്ക് എടുക്കാം. ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും ഒന്ന് ചെയ്തെടുക്കാം. ഒരുപാട് തിന്നായിട്ട് നമ്മൾ മാവ് പരത്തി ഒഴിക്കണം എന്നുള്ള ആവശ്യമില്ല. കുറച്ച് കട്ടിക്കനെ മാവ് പരത്തിയെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡ് മാത്രം വേവിച്ചെടുത്തിട്ടുള്ള ദോശയാണ്. ഇതിന് പകരം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് ദോശ തയ്യാറാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതേ സെയിം രീതിയിൽ തന്നെ മാവെല്ലാം ചേർത്ത് ചുറ്റിച്ചിട്ട് നമുക്ക് തിരിച്ച് മറിച്ചിട്ടും ദോശ തയ്യാറാക്കി എടുക്കാം. ഒരു 15 സെക്കൻഡ് മാത്രം തിരിച്ചിട്ടിരുന്നാൽ മതിയാവും. പിന്നീട് നമുക്കിത് എടുക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ദോശയാണ്. എത്ര സമയം കഴിഞ്ഞാൽ ഈ സോഫ്റ്റ്നെസ് പോവില്ല കേട്ടോ, അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പോൾ ദോശയെല്ലാം ഒന്ന് തയ്യാറാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയും കൂടി ചെയ്തെടുക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും അത്യാവശ്യം വലിയ വെളുത്തുള്ളിയിൽ ഒരു 5 വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ വെളുത്തുള്ളി ചേർക്കുകയാണ്. കൂടെ തന്നെ മീഡിയം സൈസ് തക്കാളിയിൽ 3 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ തക്കാളി എല്ലാം ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് കിട്ടട്ടെ. ഇതൊരല്പസമയം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ തക്കാളി എല്ലാം നന്നായിട്ട് ഇന്ന് വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാവുന്നതാണ്. കൂടെ ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. ഇനി ഒരല്പം മല്ലിയില, 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം.
ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാവുന്നതാണ്. ഫ്ലെയിം ഈ സമയത്തെല്ലാം ഞാനൊന്ന് മീഡിയത്തിലാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ചട്നി ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരുപാട് സമയത്ത് നമ്മളിത് വഴറ്റേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഉടൻ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതുപോലെ ഒരു സ്മാഷർ വെച്ചിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് സ്മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ ചട്നിയും ഇതുപോലൊരു ദോശയും നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.